പട്ട കടിച്ചിരിക്കുന്നതൊക്കെ ഓരോ കഷ്ടപ്പാട് മനുഷ്യൻ്റെ അല്ലേ. ജീവിതം എന്ന് വെച്ചാൽ ചേട്ടനും ചേച്ചി തന്നെ ഇതൊക്കെയാണ് ജീവിതം കാണേണ്ടത്. സത്യം സത്യം സത്യം. ചേട്ടന് കണ്ണിന്റെ സ്ഥിതി ഇപ്പൊ എന്താ? എത്ര ശതമാനം? ഒരു 50%. ഭയങ്കര മൂടല്ല. ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു പള്ളി ഇങ്ങനെ കാണാമല്ലോ. അങ്ങനെ ആരെങ്കിലും ആദിവാസികളെ അങ്ങനെ സ്ഥലമില്ലാത്തവരുണ്ടെങ്കിൽ ഒരു 2-3 പേർക്ക് ഒരു 2 പേര് ഇവിടെ വന്ന ആളെങ്കിലും നമ്മൾ അവർക്ക് പരമൊക്കെയുള്ള സ്ഥലം കൊടുക്കാന്നല്ലേ. പിന്നെ ഈ പറമ്പെല്ലാം നശിച്ചു പോവും. കുരങ്ങിൻ്റെ ശല്യവും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ വരുമ്പോൾ ഈ പെര തന്നെ കുരങ്ങ് പൊളിച്ച് കളയും. ദേഹം പോരുമല്ല. ദേഹം ഇവിടെ ഈ വീട് വിട്ട് പോരുമല്ല. പോരാൻ തയ്യാറല്ല. അതായത് ആരും ശ്രദ്ധിക്കില്ല. മൂർക്കമ്പാമ്പിന്റെ കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മൂർക്കമ്പാമ്പിന്റെ വീടുകളിലൊക്കെ ഓടുകളൊക്കെ വെച്ചിട്ടുള്ളവർ ഞാന ഈ വേനൽക്കൊക്കെ വെള്ളം കൊണ്ടുവന്ന് നോക്കുന്നവറ്റാന്ന് എനിക്ക് തോന്നുന്നു. അത് വലിച്ചു കൂട്ടി പൊട്ടിച്ച് ഓടിച്ചു പറഞ്ഞ് പോകുക. ചേട്ടന്റെ കാലെ കടിച്ചിരുന്നു കേട്ടോ. ഇത് പോത്തട്ടേലല്ലോ. എന്നാ സൈസ് സാധനം. എനിക്കൊരു വലിയ ടാങ്ക് കൂടെ കിട്ടിയാൽ ഈ തോട്ടെ വെള്ളം തീരുന്നതിന് മുമ്പ് നിറച്ച് നമ്മൾ അടച്ചു വെച്ചാൽ വെള്ളം ഒട്ടുമില്ലാത്തപ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മത്തഞ്ചേട്ടൻ്റെ കട്ട്ലയും ചാനലൊക്കെ പിടിപ്പിക്കുന്ന ആ കാഴ്ച, അതുപോലെ തന്നെ ഈശോയും ഞാനും കൂടെ ഡിവൈസ് ചെക്ക് ചെയ്യാൻ പോയ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതാണ് നമ്മളവിടെ നടത്തിയൊരു പരിപാടി എന്ന് പറഞ്ഞത്. അത് 2 ദിവസത്തെ പരിപാടിയായിരുന്നു. ഏതായാലും നമ്മൾ നേരെ പോകുന്നത് അതായത് മത്തഞ്ചേട്ടൻ്റെ വീട് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് ലാസ്റ്റ് വരെ പോകുമ്പോൾ ഒരു തങ്കഞ്ചേട്ടൻ്റെ ഒരു എപ്പിസോഡ് നമ്മൾ കാണിച്ചായിരുന്നു. അവർ ആ ചേച്ചി അവരെ കുടിവെള്ളമൊക്കെ ആയിട്ട് 3 മാസമൊക്കെ ഒരു ടാങ്ക് വെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ 2 ടാങ്ക് വെള്ളത്തിലൊക്കെ ജീവിച്ച ആ ഒരു വ്യക്തികളൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ സ്ഥിരമായിട്ട് ആനയും മറ്റ് ജീവികളൊക്കെ ഇറങ്ങുന്നതാണ് നമുക്ക് അറിയാവുന്നതാണ്. നമ്മളതൊക്കെ ആ ഒരു എപ്പിസോഡിൽ കണ്ടതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് അങ്ങോട്ടും കൂടെ പോവാണ്. അവിടെ നമ്മൾ ഇന്നൊരു ഡിവൈസ് സെറ്റ് ചെയ്യാൻ വേണം. നമുക്ക് ഈ ഡിവൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമേരിക്കയിലുള്ള ക്രിസോൺ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ സ്പോൺസർഷിപ്പിലാണ് നമുക്ക് ആ സാധനം അവിടെ വെക്കാനായിട്ട് പറ്റുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഡിവൈസിൻ്റെ പ്രവർത്തനങ്ങളും പിന്നെ അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ക്യാമറയും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് രാത്രി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് സാധിക്കും. ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ. അപ്പം നമ്മളേതായാലും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നല്ല രീതിയിൽ അട്ടയുണ്ട്. നല്ല അട്ട മാത്രമല്ല നല്ല കോടയുണ്ട്. ഫുള്ള് കോടയാണ്. കോട ഇപ്പം ഇച്ചിരി മാറി. ഇത്ര നേരം നല്ല കോടയായിരുന്നു. അത് മാത്രമല്ല പോകുന്ന വഴിക്ക് നല്ല കോടയാണ്. അതെ, പോകുന്ന വഴിക്ക് റിസ്ക്കും ഉണ്ട്. വന്യജീവികൾ എന്തെങ്കിലും ഉണ്ടാവുന്നൊക്കെ. അന്ന് നമ്മൾ വെള്ളം ഇറക്കിയത് ഇവിടുന്ന് കേട്ടോ. ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ പൈപ്പ് ക്രോസ് ഇട്ടിട്ടാണ് കൊണ്ടുപോയത്. ഇപ്പോൾ അത് മൊത്തം കാട് പിടിച്ചു പോയി. ഇതൊരു ഡേഞ്ചർ സ്പോട്ടേ. ഭയങ്കര ഡേഞ്ചറാണ്. മൊത്തം കാട് ഇപ്പോൾ റോഡിലോട്ടൊക്കെ വളർന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ വേനൽക്കാലത്ത് വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അതെ, നമ്മളൊന്നല്ല എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് നോക്കിയേ, ഇവിടെ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി ഇതിലേക്ക് കേട്ടോ. 2 സൈഡൊന്നും ശ്രദ്ധിച്ചാൽ അധികം സംസാരിക്കണ്ട. ഒന്നേ ചെവി ഓർത്തിരുന്നു കേട്ടോ. ചെവി ഓർത്തിരുന്നു. അത് ആനയാ കടുവയാ ഒടിക്കുന്ന ഒച്ചയൊക്കെ ഉണ്ടോ നമ്മൾ 4 സൈഡൊന്ന് നോക്കി പോയാൽ മതി. അട്ട ഉണ്ടാവേ? അട്ടുണ്ട് 100%. ഒന്ന് സ്പീഡിൽ വെച്ചോ. ലാസ്റ്റ് കുറച്ചും കൂടെ മുന്നോട്ട് നിന്നിട്ട് ഒരുമിച്ച് പുറക്കാം. അതെ. എൻ്റെ മോനെ തവളപ്പൊട്ടൻ. തവളപ്പൊട്ട് നിറച്ച് തവളപ്പൊട്ടാണ്. അട്ടയുണ്ടാവും. ഞാൻ അട്ടയാണെന്ന് വിചാരിച്ചാൽ ആദ്യം. ആദ്യം അട്ടയെ ചാട്ടം കണ്ട പട്ടയെ വിചാരിച്ച്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാമല്ലേ. ഇതാ അറിയാം അട്ടയല്ല. അവരോട് ആ ബോംബ് മേടിക്കായിരുന്നു. മറ്റേ ഗുണ്ടൊന്ന് വാങ്ങിക്കായിരുന്നു പറഞ്ഞ പോലെ. പടക്കം മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പിന്നെ വഴിക്ക് പോകുമ്പോൾ ചെലവിന് പൈസ തരുന്ന പോലെ ഇവിടുന്ന് കൊണ്ടാ. ഈ കാണുന്ന ഇല്ലി കണ്ടോ? ആ കാണുന്ന ഇല്ലി കണ്ടോ? മുള. ഓ അവിടെയാണ് ആന കുറേ നേരം നിന്നെ അതിൻ്റെ ചോട്ടില്. ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ. ഉണ്ടോ? അതെ, പുല്ലൊക്കെ പറിച്ചിട്ടേക്കുന്നു. അതെ ആന വരുന്നുണ്ട് കേട്ടോ. ഉണ്ടടാ സാധനം ഇവിടെ ഉണ്ട്. അതധികം പഴക്കമില്ല, ഇന്നലെ മുറിച്ചാടുന്നുണ്ട്. അതെ, രണ്ടും കൽപ്പിച്ച് നമ്മൾ പോവാ കേട്ടോ. അവിടെ പിടിപ്പിക്കാൻ ഇതേ മാർഗമുള്ളൂ, വഴിയുള്ളൂ. കാൽപ്പാടുകൾ എവിടെയെങ്കിലുമൊക്കെ കാൽപ്പാടുകൾ നോക്കിയാൽ മതി. 2 സൈഡ് മുകളിലും താഴെ.
മുകളിൽ താഴെ നോക്കിയാൽ മതി, അങ്ങനത്തെ സ്ഥലമാണല്ലോ. അതെ, ഇങ്ങോട്ടൊന്നും ആരും വരുന്നുണ്ടാവില്ല. അല്ല, ഈ വീട്ടുകാർ ഇത് നടന്നു പോകുന്നതാ. അങ്ങോട്ടുള്ള വീട്ടുകാർ മാത്രം. അതെ, അവർ നടന്നു പോകാറുണ്ടല്ലോ, അവർക്ക് നടന്നു പോകാതിരിക്കാൻ മാർഗമില്ലല്ലോ. എന്താല്ലേ ആയ കാലത്ത് വന്ന് അല്ലേ. പിന്നെ പണ്ടൊക്കെ സ്വർഗ്ഗമായിരുന്നത്, ഇപ്പോഴാണ് ഇതൊക്കെ നരകമായി മാറി അല്ലേ. പിന്നെ ആന കയറിയോടുകൂടി അവർ പറഞ്ഞു കേട്ടില്ലേ, പണ്ടൊക്കെ ഇത് സ്വർഗ്ഗമായിരുന്നു. അല്ലാണ്ട് അവർ ഇവിടെ വന്ന് താമസിക്കുമല്ലോ ഇത്രയും വർഷം. ഇപ്പോൾ ആന കയറിയോടുകൂടി പിടുത്താൻ പറ്റില്ല. ഇപ്പോഴാണ് ഇവർക്കൊന്നും മേലാത്ത അവസ്ഥയായെന്ന് പറഞ്ഞത്. നമുക്ക് തന്നെ പോകാൻ പേടിയാണ്. അതെ അതെ. ഭയങ്കര കാട് പിടിച്ചല്ലടാ, ഭയങ്കര കാട് പിടിച്ചു. നടക്കുമ്പോൾ തന്നെ പേടിയാണ്. നമ്മൾ അന്ന് വന്നപ്പോൾ നല്ല നിങ്ങൾ നോക്കി നോക്കത്, ആകെ പുല്ലും രീതിയിൽ തെളിഞ്ഞ കാട് പിടിച്ചിട്ടൊക്കെ കാടായിട്ട് വഴി പോലും കാണുന്നില്ല മൊത്തം. ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പാട്ടോ, കാടാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കുറേ ആളുകൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയപ്പോൾ നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് ഇത് കറക്റ്റ് മനസ്സിലാവും. കണ്ടോ, ഇവിടെ ഒരു വീടുണ്ട്, ഈ വീട്ടിൽ താമസക്കാരുള്ളതാണ്. ഈ വീട്ടിലൊക്കെ താമസക്കാരുള്ള കേട്ടോ. ഈ വീട്ടിലൊക്കെ ഒരു കാലത്ത് ആളുകൾ താമസം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ആളുകളുണ്ടായിരുന്ന. അതെ അതെ, നമ്മൾ ഏപ്രിലല്ലേ ഇവിടെ വന്നേ. ഇന്ന് കൂളായിട്ട് കിടന്ന സ്ഥലമല്ലേ. സത്യം, നമ്മൾ കൂളായി നടന്നിരുന്ന വഴികളാണിത്. മൊത്തം പുല്ലായിട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. ഇവർക്കൊന്നും മേലാത്ത അവസ്ഥ. രക്ഷയില്ല, താമസക്കാരില്ല. അവിടെ ചെന്നിട്ട് പറക്കാം അല്ലേ അട്ടേനെ. അതെ, ഏതായാലും ഇപ്പോൾ അവിടെ എത്തൂല, നിൽക്കണ്ട. നിന്ന് കഴിഞ്ഞാൽ ഇനിയും കയറുള്ളൂ. നിന്ന് കഴിഞ്ഞാൽ ഒന്നിൻ്റെ പകരം രണ്ടാവും. അതെ അതെ, 2 മാസമല്ല, മെയ് മാസത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഒറ്റ മാസമായിട്ടില്ല. ഞാനും ആ ചേട്ടനും കൂടെ വന്നിട്ട് ഇവിടുന്ന് മാങ്ങ പറിക്കുന്ന ഒരു രംഗമൊക്കെ ഈ ഒരു മാവേന്ന് ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വയനാട് പോലെ കേട്ടോ, ഏകദേശം വയനാട് ഒരു തണുപ്പ് പോയില്ലേ. സത്യം, തണുപ്പ് തുടങ്ങി. ചെറിയൊരു തണുപ്പും ഹൈറ്റാണ് നിൽക്കുന്നതെന്നറിയോ. ഇവിടുന്ന് അങ്ങ് താഴെ നിങ്ങൾക്ക് അത് ദൂരെ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടോ, ദൂരെ കാണുന്നതാണ് കൊട്ടിയൂര് ക്ഷേത്രവും മറ്റു സ്ഥലങ്ങളൊക്കെ. ഇതിൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി. ഇതിലെ ഒരു കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട്. ഇനി ഒറ്റ വീടും കൂടെ ഉള്ളൂടാ. ലാസ്റ്റ് വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ് കിടക്കുന്ന എടുക്കാതിരിക്കാനാണ് നല്ലതേ. വീണ് കിടക്കുന്നതേ എടുക്കാതിരിക്കാൻ നല്ല നിപ്പ ഉള്ളതുകൊണ്ടേ. പിന്നെ അതെ, അട്ടകളെ അട്ടയുടെ കളിയായിരിക്കൂലേ. വേഗം ഓടിക്കോ. അവിടെ നിൽക്കണ്ട, എല്ലാ സൈഡും ആളാണ്. ഞാനേ അവർ വെട്ടിയതായിരിക്കും. ഒരു ചെരുപ്പ് കിടക്കുന്നു. ചെരുപ്പ് എടുക്കണ്ട, ആളുണ്ടാവൂലേ. മുകളിൽ വെള്ളം തിരിക്കാൻ പോയതല്ലായിരിക്കും. അതാ ഇങ്ങോട്ട് വാ. പോരെ. തിരിച്ചാ പതുക്കെ വന്നാൽ മതി. ചേട്ടനും ചേച്ചി ഇവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. വിളിച്ചത് നന്നായി. ഞങ്ങളിവിടെ ചെരുപ്പ് കണ്ടപ്പോഴാണ് നോക്കിയത് കേട്ടോ. അതെ, അവർക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് അവർ പൈപ്പ് ഇട്ട് പിരിക്കാൻ പോയതാണ്. ആലോചിച്ച് നോക്ക്. ചേട്ടനും ചേച്ചി നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു ആനക്കോട്ടയിൽ ഈ ഒരു സ്ഥലത്ത്, ഇങ്ങനെ ഒരു സ്ഥലത്തിലെ രണ്ടുപേരും കൂടെ തന്നെ എന്തായാലും സംഭവിച്ചാലേ ആര് കേൾക്കും, ആര് കേൾക്കുന്ന, ആരറിയണം. എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഒരാളറിയണം. സത്യം. ചേട്ടൻ പൈപ്പ് വലിച്ച് ഇതാക്കും കേട്ടോ. ഇതാണോ വരുന്നേല? അടുത്ത് വന്നായിരുന്നു ആന. ഇത് ആന വരുന്ന വഴിയാണ്. ഞങ്ങൾ ഈ അലാറം എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതിലെ ആന ഇറങ്ങി വരുന്ന വഴിയാണ്. ഈ പ്രാവശ്യം വന്നിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും വരാറുള്ളതെന്ന് പറഞ്ഞ് ഒരു വെള്ളം എടുക്കുന്ന വഴി നോക്കി അങ്ങനെ ഒരു സ്ഥലത്ത് പോയിന്നാണ് ചേട്ടൻ വെള്ളം തിരിക്കുന്നത് കേട്ടോ. അതെ, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. പൈപ്പിൽ വെള്ളം തിരിക്കാൻ പോയതാണോ? അവർ കണ്ടില്ല, ട്യൂബ് കിടക്കുന്നത് കണ്ടില്ലായിരുന്നോ? ഇവിടെ ഏതോ മരം വെട്ടാൻ വന്ന ആൾക്കാർ ചേട്ടൻ്റെ ട്യൂബ് ഇതിലേ കിടക്കണ്ടായിരുന്നു. ആ ട്യൂബിലെ പുറത്തോടെ വണ്ടി കയറ്റി ഓടിച്ച് ട്യൂബ് മൊത്തം പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത് തിരിക്കാൻ പോകുന്ന വേണമെന്ന് പറഞ്ഞാൽ ഓരോ കഷ്ടപ്പാട് മനുഷ്യൻ്റെ അല്ലേ. ജീവിതം എന്ന് വെച്ചാൽ ചേട്ടനും ചേച്ചി തന്നെ ഇതൊക്കെയാണ് ജീവിതം കാണേണ്ടത്. സത്യം. നമ്മൾ ഇവരെ കണ്ടതാണ്. ഓരോ അലാറം നമുക്ക് സ്പോൺസർ കിട്ടിയത് അത് നമ്മളിവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് വന്നേ. ഓരോ അലാറം കൊണ്ട് കാര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ കാരണം ഇത് ഇച്ചിരി വലിയ ഏരിയയാണ്, അവർക്ക്
രണ്ട് സൈഡും വെച്ച് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും ഒരെണ്ണം നമ്മൾ ഏതായാലും ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വെക്കും കേട്ടോ. ഇന്ന് നമുക്ക് പോയി പിടിച്ചോ. എന്താ ചേച്ചി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. തന്നെ രണ്ടുപേരും കൂടെ തന്നെ പിടിക്കാൻ വന്നേക്കണം കേട്ടോ. ഞാനൊന്ന് പോയി പിടിച്ചു കൊടുക്കട്ടെ. അവിടെ ട്യൂബ് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഓരോ കണ്ണിച്ചോര ഇല്ലാത്ത മനുഷ്യർ കേട്ടോ. കണ്ണിച്ചോര ഇല്ലാത്ത മനുഷ്യർ കാണിക്കുന്ന പരിപാടിയാണ്. അല്ല, ഓരോ കണ്ണിച്ചോര ഇല്ലാത്ത മനുഷ്യരില്ലേ, ഓരോ സ്വഭാവം മനുഷ്യരുടെ. അവരുടെ എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഇപ്പം ഇവിടെ മരം മുറിക്കാൻ വന്നവർ ഇവരുടെ പൈപ്പ് ഇതിൽ കിടക്കുന്നുണ്ട്. ആ പൈപ്പിൻ്റെ പുറത്തോടെ കയറ്റി ഓടിച്ചു. പൈപ്പ് പൊട്ടിപ്പോയി കേട്ടോ. നമുക്കറിയാമല്ലോ ഈ കാശില്ലാത്തവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പൈപ്പ് പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ രണ്ടാമത് പൈപ്പ് എടുക്കാതൊക്കെ പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. ഇവിടെ പൊട്ടിയുണ്ട്. ജിഷയെ പറഞ്ഞ് ഞാൻ അവിടെ ഒന്ന് വരെ ഇതല്ലേ ഓ ജിഷയെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ ജിഷോയെ അങ്ങോട്ട് പോയപ്പോഴാണ് വലിക്കണോ? കണ്ണിന് കാഴ്ചക്കുറവുള്ളതുകൊണ്ട് ഇത് ജോയിൻ ചെയ്ത് വെക്കല്ലേ. ഇത് വണ്ണം കുറഞ്ഞത് അതിൽ കയറും. ജോയിനാകുന്നുണ്ടടാ. ആ ഇവിടുത്തെ ജോയിന്റ് അങ്ങോട്ട് കൊടുത്തത് ചേട്ടന്. ഓരോ മനുഷ്യർ കഷ്ടപ്പെടുന്നതാണെങ്കിൽ നമ്മളിങ്ങനെ വരണം കേട്ടോ. ഞാൻ ഇത് താഴോട്ട് വലിക്കട്ടെ എന്നാല്. കോട കയറി കേട്ടോ, കംപ്ലീറ്റ് കോട കയറി. ഇവിടം വരെ വെള്ളം വരുന്നുണ്ടോടാ? വരുന്നുണ്ടോ? ജോയിന്റ് ചെയ്യണം. അല്ല, ഇവിടം വരെ വരുന്നുണ്ടോ വെള്ളം? ജോയിന്റ് ആക്കി വരും. അടാ ജോയിന്റ് ചെയ്തില്ലടാ. അതെ, ആരോ പിന്നെ മുറിച്ചിട്ടുണ്ടായിരുന്നു പൈപ്പ്. പൈപ്പ് മുറിച്ച് കളഞ്ഞാ? അപ്പൊ ഇവിടത്തെ അതെന്നാ പരിപാടി അവര് കാണിച്ചേ? അയ്യേ, മരക്കച്ചവടക്കാർ മുകളിൽ മരം എടുക്കാൻ വന്നിട്ട് പൈപ്പൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് മണ്ണിൽ അങ്ങനെയാണല്ലോ അല്ലേ, മുറിച്ച് കളഞ്ഞിട്ട് പോയില്ലേ? മരം ഇട്ട് ചാച്ചി കളഞ്ഞല്ലേ? ഇനി ഒരു ജോയിന്റും കൂടി വേണല്ലോ ചേട്ടാ. ഇങ്ങോട്ട് താഴത്തെ എത്തണ്ടല്ലോ വെള്ളം. ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ഇവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടും കൂടെ വരുമ്പോൾ എന്നെ കഷ്ടം അറിയാം. ആന എങ്ങനെ വന്ന് കളയോ ചേച്ചി? ട്യൂബ് പിടിച്ച് വലിച്ചു കളയൂ അല്ലേ? ഈ അടുത്ത് ഇവിടെ വന്നായിരുന്നോ? ഇപ്പൊ ഒരു ഈ മഴയ്ക്ക് മുന്നേ വന്നല്ലേ? ചുറ്റുവെല്ലാം വലിച്ചു പൊട്ടി കുറെ കളഞ്ഞു അല്ലേ? സാധാരണ ഇതിലെ വരുന്നതാണോ? ഈ റോഡ് തന്നെ വരും. റോഡേ തന്നെ വരും അല്ലേ? മത്തഞ്ചേട്ടൻ്റെ അവിടെ നിന്ന് പോരും. ഓ, അത് അവിടെ നിന്ന് ഇങ്ങനെയാ വരുന്നത്. ഈ പ്രാവശ്യം മത്തഞ്ചാന്റെ അടുത്ത് വന്നു. എന്നിട്ട് മറ്റേ നമ്മൾ സാധനം കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, അതടിച്ചപ്പോ ആന അപ്പുറത്തോട്ടാ ഓടിപ്പോയി. ചിലപ്പോ ഇതിലെ കയറി പോകും, പിന്നെ ചിലപ്പോ ഇതിൽ ഇറങ്ങി വരും. അതെ, കറക്റ്റ് ഒരു സ്ഥലം പറഞ്ഞു കേട്ടോ, എവിടെ വെക്കണ്ടേന്ന്. തങ്ങച്ചേട്ടാ, കറക്റ്റേ എവിടെ വെക്കണ്ടേന്നൊരു സ്ഥലം പറഞ്ഞാ. ഈ തേക്ക വെച്ചാൽ വെക്കാൻ പറ്റും. ഇവിടെ വെച്ചാ ഈ ഭാഗത്തു നിന്നുള്ള ഒഴിവായി കിട്ടും. അങ്ങോട്ട് പോയല്ലോ, പിന്നെ ഇതിൽ ഇറങ്ങിയും വരും. അപ്പുറത്തോടെ വന്നാലോ? ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം ഏതാ? ഇവിടെ തന്നെ വെക്കാം കൂടെ വരുന്നത്. അതേ വന്നാൽ ഈ വഴി ഇങ്ങോട്ടേ വരുള്ളൂ. അപ്പുറത്തോടെ ഇറങ്ങാം. വേണ്ട, അപ്പുറത്തെ വഴിയാ വരുമോ? അതിലേ ഇങ്ങോട്ട് വരുമോ? അതിലേ വരില്ല, ഇതിലേ തന്നെ വരും അല്ലേ? ആണല്ലേ? നമുക്കെന്നാ കുറച്ചുകൂടെ നിങ്ങളുടെ വീടിന്റെ ആ ഒരു പരിസരത്തേക്ക് വെക്കാം. അപ്പൊ എന്നാന്ന് വെച്ചാലേ ഈ സാധനം ഇടയ്ക്ക് നിങ്ങളൊന്ന് നോക്കാലോ, ഇല്ലെങ്കിൽ ആരെയും എടുത്തോണ്ട് പോയാലോ. അവിടെ എവിടെയെങ്കിലും വെക്കാം. വീടിനോട് അങ്ങോട്ട് ആന എവിടെ വരുന്നത് വെച്ചാൽ അവിടെ വെക്കാം. എടാ, ഈ റോഡെ തന്നെ വരുമെന്ന്. അപ്പൊ അത് കൂടെ വരുന്നാനോ? ചിലപ്പോ ഇവിടുന്ന് അങ്ങോട്ട് കയറും, ചിലപ്പോ അവിടെ ഇങ്ങോട്ട് വരുന്നു. വെള്ളം വന്നില്ലേ? അങ്ങനെ പൈപ്പ് വെള്ളം അവിടെ ഒന്നും കൂടി പൊട്ടിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് പോയതാ. കുടിവെള്ളത്തിന്റെ വിലയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് വരണം കേട്ടോ. ഇവരുടെയൊക്കെ ഇവിടെ മതിയോ ചേട്ടാ? അങ്ങോട്ട് വരട്ടെ വെള്ളം? അങ്ങോട്ട് പൈപ്പ് ഉണ്ടോ? നല്ല ശുദ്ധമായ വെള്ളം. ശുദ്ധ വെള്ളം കാട്ടിൽ നിന്ന് വരുന്ന. പക്ഷെ ഇതെങ്ങനെ കിട്ടുന്നു എന്നുള്ളത്. അതെ, ചേട്ടന് കണ്ണിന്റെ കാഴ്ച 40% കേട്ടോ. വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് വൈകിയ വലിഞ്ഞ് വടിയൊക്കെ പിടിച്ച് പോകും. ഒന്നാമൻ ടൗണിൽ നിന്ന് അപ്പനായിട്ട് വിറ്റ് കയറി, ടൗണിൽ കിടന്ന സ്ഥലം വിറ്റിട്ട് കയറി ഇങ്ങോട്ട് വന്നാലേ
ആ ചൂക്കുന്നിപ്പുറം സ്കൂളും പള്ളിയൊക്കെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം. പക്ഷെ അന്ന് സ്വർഗമല്ലായിരുന്നു ഇവിടെ. ആ അന്ന് ഇവിടെ 14 വീട്ടുകാരുണ്ടായിരുന്നു. പിന്നെ അപ്പൊ സുഖമായാലും പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ കശുവണ്ടി പിന്നെ 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 എല്ലാ സാധനം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയി അല്ലേ? ഇവിടെ അങ്ങനെ ഒറ്റയ്ക്കായി. നിങ്ങൾ മാത്രമായിപ്പോയി. നിങ്ങളല്ലേ ലാസ്റ്റ് വീട്? ലാസ്റ്റ് വീട് കാര്യം പോയി. കാര്യം കരിമണ്ടത്തിൽ ഒരു ചെറിയ സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക്. അതും വലിയ ആളുതാമസം കുറവായി. ഇപ്പം എല്ലാവരും വിട്ടിട്ട് താഴോട്ട് പോയി. അതല്ലേ ഇവിടെയാണ് വെള്ളം വരുന്നത്? ഇവിടെയാണ് ഇതിലാണ് വെള്ളം വരുന്നത്. ഒരു പെര വെക്കണ ഒരു 5-6 ലക്ഷം രൂപ വേണ്ട. ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കാം. എന്നാലും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ വരാതെ. ചെറിയ പൈപ്പ് ഉണ്ടോ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ആ നീ പയ്യെന്ന് പറഞ്ഞാൽ നീ മറ്റേ ടോയ്ലറ്റ് പൂട്ടാൻ നോക്കി. ഇത് ഈ വെള്ളം കൊണ്ട് ഡയറക്റ്റ് ആയതുകൊണ്ടേ കിട്ടല് ഭയങ്കര പാടാ. അവിടെ വന്നോ? അവിടെ വന്നു. അതിനെ ഒന്ന് ടൈറ്റാക്കിയാൽ മതി. ശരിക്കും തലയിരിച്ചിട്ടത് പിന്നെ വെള്ളം വരുന്നത് നമുക്ക് ചൂടാക്കാൻ വകുപ്പില്ലല്ലോ. അവിടെ ഏപ്പല്ലടത്. ചെറിയ പൈപ്പ് വേണം ഇതിന്. ഏപ്പില്ലാണ്ട് കയറുമല്ലോ. ആ കഷ്ണം മുറിക്കുക. അത് മുറിക്കുക. അത് കിട്ടും. അത് കിട്ടും. അതൊരു കഷ്ണം കയറ്റി വയ്ക്കുക. ഒരു സൈഡ് കയറ്റിക്ക്. ഇത് കയറില്ലടാ. അപ്പം അറിയാലോ. അല്ല ഒരു കഷ്ണം കയറ്റി കിട്ടും. വ്യവസ്ഥ കണ്ടോ? രണ്ടും ഒരേ കുഞ്ഞ കഷ്ണമാണ് വേണ്ടത്. അത് ചെറിയ പൈപ്പാണോ? ചെറിയ കഷ്ണം. ആ ഇത് പറ്റും. അല്ല അത് കയറൂല. അങ്ങനെ കയറൂല. അങ്ങനെ കയറുള്ളൂ. കയറുമോ? നമുക്ക് ഇനി വരുമ്പോൾ വേറെ കഷ്ണം കൊണ്ടൊന്നും ഏറ്റിടാം. ഇനി വരുമ്പോൾ കഷ്ണം കൊണ്ടുവന്നിട്ട് അതെന്തിനാ ഇതായാലും ജോയിൻ ചെയ്യാം. ഇതല്ലേ ആണ്. ആ ഇതിൽ ഇത് പൊക്ക ഉരുക്കിയിട്ടേ എല്ലാവരും രക്ഷയിടാം. ഇവിടെ കിട്ടുന്ന അടിയേ ഉള്ളൂ. അങ്ങ് അങ്ങ് വരെ ചുവന്നുകൊണ്ട് പോകണം. ചുവന്നുകൊണ്ട് അങ്ങനൊന്നും ചിന്തിക്കണ്ട. ചേട്ടനിപ്പോൾ പറഞ്ഞെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ കിടന്ന് മരിക്കുകയുള്ളൂ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോകണമെന്നുള്ള ചേട്ടാ പറഞ്ഞു. അങ്ങനൊന്നും ചിന്തിക്കണ്ട. കാലം എപ്പോഴും മാറില്ല ചേട്ടാ. കാലം മാറിക്കൊണ്ടേ ഇരിക്കല്ലേ. ഒരിക്കലും നന്നാവുകയല്ലോ. ഇതൊക്കെ നന്നാവുന്നേ. ആരും ഇപ്പൊ തന്നെ വഴിയെല്ലാം കാട് കയറി പഞ്ചായത്തൊന്നും വിളിച്ച് പറഞ്ഞു. അതെ എല്ലാവരും മരം മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വെള്ളം ഇങ്ങനെ കുറഞ്ഞു. വെള്ളം കുറഞ്ഞല്ലേ? അതിനുമ്പ് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. ഈ തോട്ടിലെ വെള്ളം നല്ല വേനക്ക് ഇതിലെ ഇങ്ങനെ വട്ടം അന്ന് പൊട്ടന്തോടിൻ്റെ ഈ പണം ഒഴിക്കൊണ്ടിരുന്നല്ലേ? ആ വെള്ളമൊന്നും എതിരെ ഇപ്പം ഒന്നുമില്ല വെള്ളം. ഒരു കഷ്ണം ശരിയാക്കി ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ഇറങ്ങിക്കോളൂ. അത് നമുക്ക് ശരിയാക്കാം. അത് നമുക്ക് ശരിയാക്കാം. പയ്യെ കാലിനും പയ്യെ ചെരുപ്പിട്ടോണ്ട് ഒരു തരത്തിലും നടക്കത്തില്ല. ചേച്ചി കാലിൻ്റെ ഉള്ളംകാലിൻ്റെ അതാണ് തേഞ്ഞിട്ട് ഇതിവിടെ എത്തില്ലേ? ഇതിപ്പോൾ ശരിയാക്കാം. അവർ കാണിച്ച് വെച്ച പണിയുണ്ടല്ലേ? നമുക്ക് പിന്നെ ആകെ നാണക്കേടായിപ്പോയി. മറിച്ചാന്നും പറഞ്ഞു പുറം നാട്ടിൽ അറിയാണ്ട് എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. ചേട്ടൻ പറയാം നമ്മളന്ന് വീഡിയോ ഇട്ടിട്ട് പലർക്കും നാണക്കേടായി പോയിന്ന് കേട്ടോ. ദിവസം സാരമൊന്നുമില്ല. നമ്മളില്ലാത്തൊന്നും കാണിച്ചില്ലല്ലോ. അല്ല നമ്മളുള്ള കാര്യം ഉള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ പ്രയാസമല്ലേ പറഞ്ഞേ? അതിവിടെ ഉണ്ടെന്നേ. എന്നാ കുടയുടെ ചൂട്ടിലോട്ട് വേണ്ട ഞാൻ ഏതായാലും കുടയുടെ ചൂട്ടിരുന്നോ? നനയണ്ട. അത് ഞാൻ ചേച്ചി അങ്ങ് പോയിക്കോ. പോയിക്കോ. അത് പൊട്ടി അങ്ങ് പൊക്കോടി. ഈ പ്രാവശ്യം വെള്ളം അടിച്ചു തോന്നുന്നു അല്ലേ? ഒരു ലോഡ് താഴെന്നുണ്ട് കുറച്ചല്ലേ? നമ്മളന്ന് വന്നപ്പോൾ 1.5 ടാങ്കോ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ? 1000 ലിറ്റർ. അല്ല നമ്മളന്ന് വന്നപ്പോൾ ആദ്യം വന്നപ്പോഴേ നമുക്ക് ഇനിയിപ്പോൾ ഈ വരുന്ന വേലെല്ലാം ഒരു ടാങ്കാണ് വേണ്ട. ഒരു ടാങ്കിലും കൂടെ നിറച്ച് വെച്ചാൽ വെള്ളം നിറയ്ക്കാം അല്ലേ? നിറച്ച് വെച്ചാൽ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ കുറേ എത്തിക്കൂല. കുറേ നമുക്കൊരു കുഴപ്പമില്ലല്ലോ. തൽക്കാലം ഉണ്ടെങ്കിൽ വെള്ളം നിറച്ച് വെക്കാന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ടേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് കഷ്ടപ്പാട് കേട്ടോ. ഈ മഴയത്ത് ചേച്ചി പരമാവധി 1000 ഒരു ടാങ്ക് കൂടെ കിട്ടിയ 1000 ലിറ്ററിൻ്റെ 2000 അല്ലേ? നമുക്കൊരു ടാങ്കും കൂടെ എത്തിക്കാം കേട്ടോ. എങ്ങനെയാലും ആരെയൊക്കെ വരാതിരിക്കും. വെള്ളം എത്തില്ല അല്ലെങ്കിൽ. ചേട്ടാ ഈ പൈപ്പ് ഇതായിരിക്കുന്ന ഒരു ഏപ്പ്. ഞാനൊരു ഏപ്പ് ഇവിടെ ഉണ്ട്. ഞാനിതിൽ കയറ്റിയിടുന്നുണ്ട് കേട്ടാ. ഭാവിയിൽ ഉപയോഗിക്കാം. എങ്ങനെ ആവശ്യം വന്നല്ലേ? ഇത് മെഴുകുതിരി എടുത്തോ? എൻ്റെ കയ്യിലുണ്ട്. പോവാം.
കൂടെടുത്തു ഇത് പൈപ്പാ? വലിച്ചിട്ടോ എങ്ങാനും ഇനിയിപ്പോൾ എല്ലാം വണ്ടിയും കയറി ഇനിയും പൊട്ടണ്ട. അതാണല്ലോ അവസ്ഥ. മേഡം പറയും ഇവിടുത്തെ സ്ഥലം ആരെങ്കിലും ചുമ്മാ തരാമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന് പറയുന്നത് ആൾക്കാർ. രണ്ടൊന്നും പണികൾക്ക് ആർക്കെങ്കിലും ഒരു വകുപ്പുണ്ട്. പണിയിൽ അങ്ങനെ ആരെങ്കിലും ആദിവാസികളെ അങ്ങനെ സ്ഥലമില്ലാത്തവരുണ്ടെങ്കിൽ ഒരു 2-3 പേർക്ക് ഒരു 2 പേര് ഇവിടെ വന്ന ആളെങ്കിലും ആവില്ലേ? ആള് നമ്മൾ അവർക്ക് പുരവെക്കാനുള്ള സ്ഥലം കൊടുക്കാന്നല്ലേ കൊടുക്കായിരുന്നു. കഷ്ടം. ചേട്ടൻ പറഞ്ഞ എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അതായത് ചേട്ടൻ പറഞ്ഞത് ഇവിടെ വേറെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഏതെങ്കിലും ആദിവാസികളായിട്ടുള്ള ആളുകൾക്കെങ്കിലും ഇവരുടെ സ്ഥലം ഇച്ചിരി ഭൂമി ഇല്ലാത്തവർക്ക് സ്ഥലം കൊടുക്കാമെന്നാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്. സ്ഥലം കൊടുത്തിട്ട് അങ്ങനെയെങ്കിലും ഇവിടെ ആരെങ്കിലും വീട് വെക്കുവാണെങ്കിൽ വഴിയുണ്ട്, ഇവർക്കൊരു കൂട്ടാവുമെന്നാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ റോഡുണ്ട്, അതിന് പോലും അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും വേണ്ട കേട്ടോ. അതാണ് അവസ്ഥ. നമുക്ക് ആന ഈ ഭാഗത്തുനിന്നാണോ വരുന്നത്? ഇതിലെങ്ങനെ വരും അല്ലേ? എടാ ജിഷോയ്, ഇവിടെ ആക്കിയാലോടാ, ഈ പോസ്റ്ററിലാക്കിയാലോ? അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടും. ആന എങ്ങനെ വരുന്നേട്ടാ? ഈ വഴിക്കാന്ന് അവിടെ വരുവാളന്ന്. ഈ വഴിയല്ലല്ലോ, കൂടുതൽ അപ്പോൾ അവിടെ തന്നെ വയ്ക്കാം. പക്ഷെ ഇങ്ങനെ വന്നാൽ പെട്ടുപോകും. ഇങ്ങനെ വന്നാൽ പെട്ടുപോകും. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ വേറെ കാരണം ഡിവൈസ് വേറെ വല്ലതും, കാരണം ഇങ്ങനെ വന്നാൽ പമ്പണ്ടേ. നല്ല നല്ല മാങ്ങ കേട്ടോ, നല്ല മാങ്ങ. ഇതെന്തായാലും ഞാൻ കഴിച്ചോ. പ്രശ്നമുള്ളതുകൊണ്ട് നിപ്പൊന്നും കുഴപ്പമില്ല. കൊത്തിയാലേ പേടിച്ചാൽ മതി, കടിച്ചിട്ടൊന്നുമില്ല. കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാം. ഇതാണ് ഈ ഇത്രയും ടാങ്കാണ് ഇവരുടെ വെള്ളത്തിൻ്റെ. എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനം ചേട്ടൻ വായോ. അതെ, 2-3 എടുക്കണ. എടുക്കാം. നീ ബാഗ് ഉണ്ടേ, നമുക്ക് ബാഗ് വെക്കാം. ആദ്യം 2 മിനിറ്റ് ഇരുന്നിട്ട് ഒന്ന് കളയണ്ട ചേട്ടാ. ഇതൊക്കെ മുറ്റത്തോടെ ഒക്കെ കിടക്കും കേട്ടോ. സാധനം കിടക്കുന്നുണ്ട്. നിപ്പയുള്ളതുകൊണ്ട് എടുക്കണ്ടെന്ന് അവിടെ കയറി എന്താ സ്മെല്ല്. നല്ല വാങ്ങിയ നല്ല വാങ്ങി, അടിപൊളി വാങ്ങി. ഇഷ്ടംപോലെ വാങ്ങിയാലേ. നല്ല സ്മെല്ല്, അടിപൊളി വാങ്ങിയാലേ. പറക്കാണ്ട് ഇട്ടേക്കോലെ. ചേട്ടൻ പറഞ്ഞ ഒരു വാക്ക് നീ ശ്രദ്ധിച്ചാ, ഒരു മാമ്പഴം പെറുക്കി കൊടുക്കാനും കൂടി ആരും ഇല്ലല്ലോ. അതൊക്കെ ഒരു അവസ്ഥ തന്നെയാണ്. അതൊക്കെ അനുഭവിച്ചാലേ അറിയുള്ളൂ. അത് നേരത്തെ പറഞ്ഞു നീ കേട്ടോ. ഞങ്ങൾ ഇവിടെ കിടന്നത് തീരുള്ളൂ. അതെ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഇത്രയും താഴേക്ക് കൊണ്ടുപോകാനും കൊണ്ടുപോകണം. അല്ല, ഒരു അന്ന് സത്യം ആലോചിച്ച് നോക്കോ, വിജയനായ ഒരു സ്ഥലം. സത്യമാണ്, ഞാനിങ്ങനെ ആലോചിച്ചു. ഇത്രയും ഒരു ഇവർ വന്നപ്പോ ഇത് ഇതിനല്ലായിരുന്നു. ഇതൊന്ന് ഷെയർ ചെയ്ത് കഴിക്കാനെങ്കിലും ഒരാൾ വേണ്ടേ? അതെ അതെ അതെ. അപ്പൊ ചേട്ടൻ പറഞ്ഞ കേട്ടോ, വീടിൽ ഭൂമി ഇല്ലാത്തവർക്ക് ആർക്കെങ്കിലും സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കാം. അവർ വീട് വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ആർക്കും വേണ്ടെന്ന്. അവസ്ഥ ചതിക്കല്ലേ എന്ന് പറയാം. പിന്നെ പാവം അവസ്ഥ തന്നെയാണ്. അവരെങ്ങനെയെങ്കിലും ഒരു ആളുകളെ കൂട്ട് കിട്ടട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിന് അല്ല, ഒരാൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കഴിക്കാൻ, ഒരു കാര്യം പറയാനോ ഇതിനെങ്കിലും ഒക്കെ ഒരാള്. നല്ല മാങ്ങയാ, പിന്നെ നമുക്ക് കഴിക്കാലോ. ഞാൻ നന്നായി കഴിക്കും. വേണ്ട വേണ്ട വേണ്ട, പാത്രം വേണ്ട. വെള്ളം വന്നില്ലേ? ഓക്കെ. എന്താ ഒരു ടാങ്ക് കൂടെ മേടിച്ചത് വേണേ. കുറച്ച് വിഷമം മാറും വെള്ളം. നമുക്ക് ടാങ്ക് അല്ലേ? ഒരു മുഴുത്ത ടാങ്ക് മേടിക്കാൻ. നല്ല മാങ്ങയല്ലേ, നല്ല സ്മെല്ലാ. കുറച്ച് നാളത്തേക്ക് വെള്ളം പിടിച്ചു വെക്കാലോ. എന്താ അപ്പം വെള്ളം ഇല്ലാതാകുമ്പോൾ അത് നമുക്ക് അടച്ചിട്ടാൽ മതി. നമുക്ക് നോക്കാം കേട്ടോ. ആരേലും വരാതിരിക്കും. ചേച്ചി പതുക്കെ ഇറങ്ങും. ഈ കാരണവന്മാർ ഇവിടെ തന്നെ കേട്ടോ ജീവിക്കുന്നത്. നിങ്ങൾ കാണണം എത്ര ബുദ്ധിമുട്ടിയാണ് ഇവരുടെ ജീവിതം എന്നുള്ളത് കേട്ടോ. അവർ പറയാ നിങ്ങൾ മാത്രമേ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളൂ കുറേ നാളിന് ശേഷം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ആരും മനുഷ്യർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയാൻ പോലും ഇവിടെ ആരും ഇല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾ എത്തുന്നില്ല. അങ്ങനത്തെ ഒരു റോഡ് സൗകര്യം ഇങ്ങനെയാണുള്ള അവസ്ഥ. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചാണ്. ഈ 2 ടാങ്കിലാണ് ഈ ടാങ്കും ഈ ഒരു ടാർപ്പ വീഴ്ച പടുതാക്കുളത്തിലുമാണ് ഇവരുടെ 2 മാസത്തെ, അതായത് മാർച്ച് ഏപ്രിൽ മെയ് വരെ ഉള്ള മാസങ്ങളിലെ വെള്ളം ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ, ഈ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് അത് കണ്ടത്. 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കണ്ടു ഈ 2 ടാങ്കിലേയും തീർന്നു. ഈ ഒരു പടുതാക്കുളത്തിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ.
അതും തീർന്നായിരുന്നു. അതും തീർന്നിട്ട് ഒരു അവസാനം 1000 ലിറ്റർ വെള്ളം താഴേന്ന് അടിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ. വെള്ളം ചുമന്ന് ഉണ്ടെന്ന് ഇവിടെ വെള്ളം മോട്ടർ താഴെ നമ്മൾ മറ്റേ സൈനുക്കാൻ്റെ അന്ന് നമ്മൾ മത്തഞ്ചേൻ്റെ വീട്ടിൽ വെള്ളം എത്തിച്ച പോലെ ഇവർ സ്വന്തം നിലയ്ക്ക് ഇവിടെ എത്തിച്ചു. അങ്ങനെയാണ് അവർ ഒരു മാസം കൂടെ തള്ളി നിൽക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് അവർക്ക് 2000 ലിറ്ററിൻ്റെ ടാങ്കും കൂടെ കിട്ടുവാണെങ്കിൽ വെള്ളം ശേഖരിച്ച് വെച്ചാൽ അവർക്ക് ഇത് പതുക്കെ യൂസ് ചെയ്താൽ മതിയല്ലോ, വെള്ളം ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിപ്പോയിരുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും അത്യാവശ്യം ഒരു അനുകമ്പയുള്ള മനുഷ്യരാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമുക്ക് ഇവർക്കൊരു ടാങ്ക് സെറ്റാക്കി കൊടുക്കണം. അത് ഇപ്പോൾ ഈ മഴക്കാലത്ത് വേണമെന്നില്ല, മഴക്കാലം കഴിയുമ്പോഴത്തേക്കാണേലും മതി. പക്ഷേ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം എപ്പോഴും ഇങ്ങനെ തിരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് നാളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം. അത് ആ ചേട്ടനെ അത് നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട കേട്ടോ. അതായത് അവരുടെ ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്. നിങ്ങൾ കണ്ടില്ല എത്രത്തോളം ബുദ്ധിമുട്ടാണ് അവർ ആനപ്പോൾ ആ വഴിക്ക് വരുന്നതെന്നാണ് പറഞ്ഞത്. നമുക്ക് ആ പോസ്റ്റിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. നമ്മളിതിന് മുന്നേ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ സ്ഥലം വരുന്നത്. നല്ല ഉണങ്ങി നിന്ന സ്ഥലമാണ്. ഇപ്പം മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ ഇല്ല കേട്ടോ. അതെ, വലിയ മഴ വരുവാണ്. അണ്ടി കൊണ്ട് കുളിച്ചിട്ട് നല്ല മാങ്ങ കേട്ടോ. നല്ല വാങ്ങിയോ, ടേസ്റ്റും ഉണ്ട്. നല്ല മാങ്ങ അല്ലേ? നല്ല ടേസ്റ്റാ. കഴിക്കണം. ഈ മാങ്ങയല്ലേ വെറുതെ വീണ് പോകുന്നല്ലേ? വെറുതെ വീണ് പോകും. ആരെയും കൊണ്ടുപോകുമ്പോൾ നമുക്ക് വന്നു കഴുകിയില്ലേ? കഴുകണം കേട്ടോ, കഴുകണം. മാങ്ങ കഴുകിയതാണ്. കഴുകിയാൽ മതി. കഴുകി കേട്ടോ, നല്ല ടേസ്റ്റ്. പേടിച്ചൊന്നും ജീവിക്കാൻ പറ്റുമല്ലേ? എന്നാലും മരിക്കും. ഇതൊക്കെ നല്ല പാലൊഴിച്ച് ജ്യൂസ് അടിച്ചാണ്ടല്ലോ, അത് തന്നെ അടിപൊളിയാണ്. ചേട്ടാ, എന്താണ് ഇവിടുത്തെ സ്ഥിതി ഇപ്പോൾ? സ്ഥിതി എന്താ, ആനശല്യമുണ്ട്. 1 മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ നല്ല ബുദ്ധിമുട്ടല്ലേ? ഒറ്റയ്ക്കായി പോയല്ലേ? ഒറ്റയ്ക്കായിട്ട് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ വഴിയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. താഴെയൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ എത്ര രൂപ ചിലവുണ്ട്? ജീപ്പിന് പോവുകയാണെങ്കിൽ 500 1000 രൂപ. 1000 രൂപ. പിന്നെ ഓട്ടോയ്ക്കാണെങ്കിൽ 300 രൂപ. 300 രൂപ. ഓട്ടോയ്ക്കാണെങ്കിലും ആ താഴെ വന്നിട്ട് നടക്കണം. ഇങ്ങോട്ട് 1 കിലോമീറ്റർ ഇല്ലേ? 1 കിലോമീറ്റർ വെച്ചുണ്ട്. 1 കിലോമീറ്റർ നടക്കണം അങ്ങോട്ട്. പിന്നെ ജീപ്പിനാണെങ്കിൽ ഇവിടെ വന്നിറങ്ങാം. ജീപ്പ് പോകുന്നല്ലേ? ഒരു മനുഷ്യനും ഇല്ലല്ലേ അയൽവക്കത്തും? വേറെ ആരും ഇല്ല. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായി. നമുക്ക് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? പോകാൻ എങ്ങോട്ടാ പോകണ്ട്? ആ പൈപ്പ് എങ്ങനെയാ പോയെന്ന് പറഞ്ഞേ? പൈപ്പ് ആന വലിച്ച് കൂട്ടി കളഞ്ഞല്ലേ? തടി പണിക്കാരും കളഞ്ഞു. ആ തടിപ്പണിക്കാരും കുറേ കളഞ്ഞു. ആന ഈ വേനൽക്കൊക്കെ വെള്ളം ഉണ്ടോ എന്ന് നോക്കുന്നോട്ടാന്ന് എനിക്ക് തോന്നുന്നു. അത് ഇത് വലിച്ചു വലിച്ചു കൂട്ടി പൊട്ടിച്ച് കളയും. അത് ഓടിച്ചു പറഞ്ഞ് പോകും. പിന്നെ കടിച്ച് ചവച്ച് വെള്ളം ഉണ്ടോ എന്ന് നോക്കുന്ന. ആ, കാരണം അവരും ദാഹിച്ചിട്ട് നോക്കുന്നു. ചേട്ടന് കണ്ണിന്റെ സ്ഥിതി ഇപ്പൊ എന്താ? എത്ര ശതമാനം? ഒരു 50%. ഭയങ്കര മൂടല്ല. 50% കാണുള്ളൂ അല്ലേ? അതുകൊണ്ട് ചേട്ടന് നേരത്തെ മറ്റേ പൈപ്പൊക്കെ മാറി വെട്ടിയതല്ലേ? നമ്മളെ പിടിപ്പിച്ചു കൊണ്ടുവന്ന പൈപ്പ് മാറി ചേട്ടൻ കൊത്തി. ഇപ്പൊ അത് ഇതായി പോയിട്ട് പൊട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. കണ്ണിന് കാഴ്ച കുറവാണ്. ചില മയക്കലാൽ ഒട്ടും കാണത്തില്ല. അല്ലേ? നല്ല സൂര്യപ്രകാശമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചാണ്. അപ്പൊ ഈ ആനയൊക്കെ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ദൂരെ നിന്നൊക്കെ കാണാൻ പറ്റുമോ? ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു പോലെ ഇങ്ങനെ കാണാമല്ലോ, കണ്ടെങ്കിൽ അടുത്താണെങ്കിൽ. അതേ ഉള്ളൂ. ചേട്ടനിപ്പോ വെള്ളത്തിന്റെ പ്രശ്നം ഇപ്പൊ എന്താ പരിഹരിക്കാൻ? എന്താ നമുക്ക് ടാങ്ക്? എനിക്കൊരു വലിയ ടാങ്ക് കൂടെ കിട്ടിയാൽ ഈ തോട്ടിലെ വെള്ളം തീരുന്നതിന് മുമ്പ് നിറച്ച് നമ്മൾ അടച്ചു വെച്ചാൽ വെള്ളം വെള്ളം ഒട്ടും ഇല്ലാത്തപ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ആ 3000 ലിറ്റർ വെള്ളം നിങ്ങൾ 2 മാസം ഉപയോഗിച്ചല്ലേ? 2 മാസം അവർ അത്രയും 1000 ലിറ്റർ അല്ലേ? 500 കുറച്ചാ കുഴിയിലുണ്ടായിരുന്നു. എല്ലാം കൂടെ അല്ലേ? 1000 ലിറ്റർ വെള്ളത്തിൽ അവർ 2 മാസം ഓടിച്ചു കേട്ടോ. വലിയൊരു ടാങ്ക് നമുക്ക് വേനക്ക് സമാധാനം ഒന്ന് നിറഞ്ഞു കിട്ടിയാ പിന്നെ കുറച്ച് പൈപ്പ് ഒന്ന് പൊട്ടിപ്പോയാലും കുറച്ച് സാവകാശം കിട്ടുമല്ലോ അല്ലേ? വേനൽ മുഴുവൻ കുടിക്കാൻ കിട്ടും. നമുക്ക് ഇവിടെയുള്ള ടാങ്കും ഇപ്പൊ പുതിയ ടാങ്ക് തരുവാണെങ്കിൽ അതും കൂടെ ഇഷ്ടംപോലെ വെള്ളമാണ് അല്ലേ? നമുക്ക് നിറച്ച് അവിടെ അടച്ചിട്ടാലേ അവിടെ ഇരുന്നോളൂ. ചേച്ചിയല്ലേ ഇന്നാളെ ടാങ്കിൻ്റെ അകത്ത് വെള്ളം പോയിട്ട് മറിഞ്ഞു പോയി വെള്ളത്തിലോട്ട് വീണു അല്ലേ? അതാ കുഴി ടാങ്കിൽ, മണ്ണിലുള്ള കുഴിയിൽ, മറ്റേ പടുതാകുളത്തിലല്ലേ? പടുതാകുളത്തിൽ. എന്നാൽ ഒരു ആവശ്യത്തിനൊന്നും വിളിക്കാൻ ആരും ഇല്ലല്ലേ ഇവിടെ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആരുമില്ല. ചേട്ടൻ്റെ ഇവിടെ വന്ന സമയത്തൊക്കെ എത്ര വീട്ടുകാരുണ്ടായിരുന്നു? ഇവിടെ ഒരു 10-40 വീട്ടുകാരുണ്ടായിരുന്നു.
ഇപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഈ കുന്നും വഴി സൗകര്യക്കുറവുകൊണ്ടും എല്ലാം വിട്ടുപോയി. കുറച്ച് പേര് വിറ്റുപോയി, ബാക്കിയാരെല്ലാം ഉപേക്ഷിച്ച് താഴെ പോയി വാടകയ്ക്കും അല്ല 5 സെൻറ്റ് 10 സെൻറ്റും ഒക്കെ എടുത്ത് തരം വെച്ച് അങ്ങോട്ട് പോകാം. അപ്പം ആരും ഈ കുന്ന് കയറി കഷ്ടപ്പെടാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല, പണ്ടതല്ലായിരുന്നു കൂടുതൽ സ്ഥലം വേണം. അതെ. കപ്പ ഇടാനും പറമ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ആയതായേ ഉള്ളൂ. ഒന്നുമില്ല. ആ ചിന്താഗതി ഇല്ല ഇന്നിപ്പോൾ 10 സെൻറ്റ് ആണേലും എന്തേലും ഇനി ഒരു കുഴിപ്പണിയാണേലും എടുത്തു എന്തെങ്കിലും ചെറിയ അതെ. ഇതിപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. നമുക്ക് വയ്യാതായി കഴിഞ്ഞപ്പോഴത്തേനും പറമ്പോട്ടൊന്ന് ഇറങ്ങി നടക്കാൻ പറ്റുന്ന നമുക്ക് പറ്റില്ല. ഒരു സാധനം ഒന്ന് പറിച്ച് പെറുക്കി എടുക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ ഇരിക്കുക, കഞ്ഞി കുടിക്കുക. മക്കളൊക്കെ വല്ലപ്പോഴും വരുമോ? മക്കൾ വല്ലപ്പോഴും വരും. ആണ്ടിലൊരിക്കലൊക്കെ ഒന്ന് വരുവുള്ളൂ. ആണ്ടിലൊരിക്കലൊക്കെ ഒന്ന് വരും, അത്രേ ഉള്ളൂ. അതിന് ഇതുപോലെ പണിയൊക്കെ എടുത്തല്ലേ ജീവിക്കും. ആണ്ടിലൊരിക്കലേ വരുള്ളൂ. മകളാണ്ടിലൊരിക്കൽ വരും. അവിടെ കർണാടകയാണ്. മകൻ വയനാട്ടില്ല. അവൻ ആണ്ടിലൊരു 2 പ്രാവശ്യമൊക്കെ വരും. ടാങ്ക് കിട്ടണ ഒരു ആഗ്രഹമുണ്ടല്ലേ? അയ്യോ, ടാങ്ക് കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. നോക്കാം. വെള്ളത്തിൻ്റെ കാര്യം നമുക്ക് വേനൽക്ക് അടുത്ത കൊല്ലം നമുക്ക് ഏതായാലും ആ സാധനം ഇവിടെ ചേട്ടൻ പറഞ്ഞിടത്ത് വെക്കാല്ലേ? ഇവിടെ ചേട്ടാ, നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങണമെന്ന് എപ്പോഴായാലും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? ആഗ്രഹമുണ്ട്. മാസം മാസം നമ്മൾ വാടക കൊടുക്കണം. പിന്നെ അതിൽ ബുദ്ധിമുട്ട്. പിന്നെ ഈ പറമ്പെല്ലാം നശിച്ചു പോകും. കുരങ്ങിൻ്റെ ശല്യവും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ വരുമ്പോൾ ഈ പെര തന്നെ കുരങ്ങ് പൊളിച്ച് കളയും. അതൊക്കെ ഓർക്കുമ്പോൾ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ കൂടാ. ആയാർത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ അല്ലേ? പിന്നെ പക്ഷെ എന്നാലും കുറച്ച് കാലം നിങ്ങൾക്ക് പിന്നെയും ബുദ്ധിമുട്ടായിക്കൊണ്ട് വരുമല്ലേ മുന്നോട്ട്? വയ്യാതെ വരും. എന്തായാലും വേണ്ടേ? എന്നാലും താഴോട്ട് ഇറങ്ങേണ്ടി വന്ന ആരേലും അങ്ങനെ വാടക കൊടുക്കാനൊക്കെ തയ്യാറായാൽ നിങ്ങൾ ഇറങ്ങോ? അത് നമുക്ക് പിന്നെ പറയാൻ പറ്റും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വാടക കൊടുത്താൽ നമുക്ക് അത് തന്നെ അല്ലെന്നേ. നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിലില്ലാതെ ജീവിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു 10 പൈസ വരുമാനം വേണ്ടേ? അതെ അതെ. ആഴ്ചയിൽ ജീവിച്ചു പോകണ്ടേ? അതെ. അപ്പം അല്ലാതെ നമ്മൾ ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കണ്ടേ കൈനീട്ടാതെ. അപ്പം നമ്മൾ പിന്നെ ഒരു വാടക ഇനി ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട. അങ്ങനെ ബുദ്ധിമുട്ട്. ടൗണിലൊന്നും പോയി കളയാൻ. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ആവുന്ന ബഹളം വെച്ച് ഞാൻ പറഞ്ഞോ നടക്കുമല്ല. ദേഹം പോരുമല്ല. ദേഹം ഇവിടെ ഈ വീട് വിട്ട് പോരുമല്ല. പോരാൻ തയ്യാറല്ല. ഇത്ര നാളും പോകാൻ പറ്റുമോ? സത്യടാ, അത് ഇത്ര നാളെ അല്ല, ഇത്ര നാളെ എങ്ങനെ ജീവിച്ച് നമ്മുടെ ശ്വാസമൊക്കെ ഇതിൻ്റെ അകത്തായിരിക്കും അല്ലേ? അങ്ങനെ ഒരു ആത്മബന്ധം ആയിരിക്കും വീടുമായിട്ടേ. അങ്ങനെ ഇറങ്ങണം എന്ന് പറയുമ്പോൾ അവർക്ക് പറ്റില്ല. അതാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെയാണ് മത്തഞ്ചേട്ടൻ്റെയും പ്രശ്നം. തയ്ച്ച് പോയാൽ പോയി, പിന്നെ ഇങ്ങോട്ട് വരണ്ട. ആരെങ്കിലും 1-2 ആളുകളും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ആശ്വാസമായിരുന്നു. രാത്രി എങ്ങാനും കിടന്ന് അടിക്കുക എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇത് ഓഫ് ചെയ്താൽ മതി കേട്ടോ. രാത്രി ഇതിന്റെ അടുത്തേക്ക് ഒരിക്കലും പോകരുത് കേട്ടോ. രാത്രി ആര് പോയാലും അടിക്കും കേട്ടോ. ഇത് അടിച്ചാലും ഇതിന്റെ അടുത്തേക്ക് മൃഗങ്ങൾ വന്നാലും നമ്മൾ മനുഷ്യർ വന്നാലും അടിക്കും. അതെ, രാത്രി ഇതിന്റെ അടുത്തേക്ക് ഒരിക്കലും പകലൊന്ന് ഇടയ്ക്ക് ചെന്ന് നോക്കിയാൽ മതി, അവിടെ ഇരിപ്പുണ്ടോന്ന്. പകല് മാത്രം പോകാവുള്ളൂ കേട്ടോ. ഈ പച്ച ലൈറ്റും ചുവന്ന ലൈറ്റും പകല് കത്തുന്നുണ്ടോന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ചാർജ് ആകുന്നുണ്ടോന്ന് സോളാറാ തന്നെ ചാർജ് ആയിക്കോളും. തന്നെ ചാർജ് ആയിക്കോളും. അതൊക്കെ തരാം. വണ്ടി എടുത്തിട്ടേ സോളാർ കെട്ടാനേ നമ്മൾ ഒരു ഇത് പിടിപ്പിക്കാനായിട്ട് പോവാട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആ കാര്യം നമ്മുടെ വീഡിയോയുടെ ഇടയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു. അതായത് നമ്മൾ കേബിൾ ടൈ വെച്ച് കെട്ടാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ പ്രാവശ്യം അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കയറ് പ്ലാസ്റ്റിക് ചെയർ എടുക്കണം. എത്രയും ഹൈറ്റ് കെട്ടണ? ഹൈറ്റ് നമ്മളെ ഹൈറ്റ് ഒരാൾക്ക് എത്താൻ വെച്ചാൽ പോരെ? ആന വരുമ്പോഴേ കര ഈ കേബിൾ ടൈൽ എത്തോടത്. ഇത് കോർക്ക് ആദ്യം അല്ല കോർത്താക്ക്.
അതെ അതിന്റെ കൂടെ ചെറുതായിട്ട് കയറും കൂടെ കിട്ടിയാലോ? പോസ്റ്റിലായതുകൊണ്ടേ പിടിച്ച് നിൽക്കൂലെന്നാ? മാറ്റണോ? പോസ്റ്റ് മാറ്റണോ? രാത്രി മൃഗം വരുമ്പോ എന്തായാലും വന്നാൽ മാത്രം അടിക്കും. വെട്ടവും കത്തും, ഒച്ചയും കേൾക്കും. ആരും വന്നില്ലെങ്കിൽ ഒന്നുമില്ല. ഒരിക്കലും പുറത്തിറങ്ങരുതിട്ടോ. രാത്രിയില്ലേ? രാത്രിയിലല്ലെങ്കിൽ ഞങ്ങളധികം പുറത്തിറങ്ങിയില്ല. അല്ല ഇത് അടിച്ചു കഴിഞ്ഞാലേ ഉണ്ടാവും. അപ്പൊ എന്താ സാധനം അറിയാൻ വേണ്ടിട്ടേ ഇങ്ങോട്ടൊന്നും വരല്ല, അവിടെ നിന്ന് നോക്കിയാൽ എല്ലാം ചെയ്താൽ മതി. എന്തായാലും അടിക്കും രാത്രി. ആനയ്ക്കല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനെങ്കിലും അടിക്കും. കാട്ടുപോത്തൊക്കെ വരുന്നുണ്ട് ഇവിടെ. കാട്ടുപോത്ത് അങ്ങനെ പറമ്പിലൊക്കെ വരുന്നുണ്ട്. കാട്ടുപോത്ത് വരുന്നില്ലേ? പറമ്പ് മുഴുവൻ ചവിട്ടി പിടിച്ച് കോണം വരുത്തി വെച്ചേക്കുമല്ലോ. പറമ്പ് തിരിച്ചോ? നിങ്ങൾ കയറി ഇറങ്ങുമ്പോൾ കൊന്നല്ലേ? അവർക്കറിയാം ഇതിന്റെ ഏതായാലും വന്നെങ്കിലും സോളാർ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വെച്ചിട്ടോ. ഇത് രാത്രി ഇങ്ങനെ അടിക്കും കേട്ടോ. അപ്പോൾ ഇറങ്ങി ഇങ്ങോട്ടൊന്നും വരണ്ട. ഇപ്പം എന്തെങ്കിലും ഒന്നെങ്കിൽ മനുഷ്യരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളായിരിക്കും. രാത്രി മനുഷ്യർ ഇതിൽ കൂടെ വരില്ല. ഏതായാലും ഒച്ച കേട്ടാൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ. അതിനെ ഈ തന്നെ ഈ മോളി വെച്ചേക്കുന്ന ഷീറ്റ് പറന്നു പോയിരിക്കാനാ? അത് കല്ല് ഓടും എടുത്ത് വെച്ചേക്കുന്ന ഷീറ്റ് പറന്നു പോകാതെ. ഷീറ്റ് പറന്നു പോയിരിക്കാം അല്ലേ? ആസ്പെറ്റോസ് പറന്നു പോകാതിരിക്കാൻ വേണ്ടി വെയിറ്റ് കൊടുത്തേക്കുന്ന കേട്ടോ. ഈ കാണുന്നത് വെട്ടുകല്ലും ഓടൊക്കെ കയറ്റി മുകളിൽ ഇങ്ങനെ വെച്ചേക്കുന്ന കേട്ടോ, വെയിറ്റിന് വേണ്ടി. ആയിക്കോട്ടെ, ചേട്ടനൊന്ന് ഓണാക്കി നോക്കിക്കേ. ചേട്ടൻ എത്തുമെന്ന് അറിയാനാ. ഇനി അഥവാ ഇത് ഓഫായി പോയാലേ. പോസ്റ്ററങ്ങ് പിടിക്കുക, എത്തൂല. മുകളിലേക്ക് അത് തന്നെ, അവിടെ തന്നെ വലത്തെ വശത്ത് ഒന്നും കൂടെ നടുക്കിലേക്ക്. നടുക്ക് ആ വള്ളിയുടെ വള്ളിയുടെ നടുക്ക് നേരത്താകെ ചേട്ടൻ എത്തും. ഒന്ന് കൈ പിടിപ്പിക്കും. ഉണ്ടോ? ഓണാക്കിയോ ചേട്ടാ, ഓണാക്കിയോ. ഓഫാകട്ടെ. തന്നെ നിൽക്കും, തന്നെ നിൽക്കും. ചേട്ടാ, അപ്പോൾ ഇത് രാത്രി അടിക്കുമ്പോൾ ഒന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ആയിക്കോട്ടെ. ഇടയ്ക്ക് അവിടെ നിന്ന് ദൂരെ നിന്ന് അടിച്ച് നോക്കിയാൽ മതി. പിന്നെ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഭാഗത്ത് നിന്നല്ല വരുമെന്ന് ചേട്ടൻ പറഞ്ഞേ. ഈ ഭാഗത്തൊന്നും ഇപ്പൊ 2 വയസ്സ് വന്നാലും കിട്ടുമല്ലോ. 2 ദിവസം ഇവിടുന്ന് അവിടുന്ന് വന്നാൽ ഇവിടെ എത്തുമ്പോഴേ കിട്ടുള്ളൂ. അവിടെ നമുക്ക് വേണമെങ്കിലേ ഇവിടെ വരാൻ സാധ്യത. അതെ, ഒരെണ്ണം കൂടെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുവാണെങ്കിലേ അപ്പുറ സൈഡിലും അവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ ഈ വീടിന്റെ ഈ ഭാഗത്തേക്ക് വരാത്ത രീതിയിലാക്കാം. നമുക്ക് വീടിന്റെ ഇങ്ങോട്ട് വരാതിരിക്കാന്നാണല്ലോ ലക്ഷ്യം. എന്താ എല്ലായിടത്തും നമുക്ക് ഇത് കൊണ്ടേ വെക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടുമോ നോക്കാം കേട്ടോ. ഇതിങ്ങനെ അടിക്കുവേ. രാത്രി അടിക്കുമ്പോൾ ചിലപ്പോൾ മാനായിരിക്കും, ചിലപ്പോൾ ആളുകൾ പോകുന്നതായിരിക്കും. അപ്പം അത് എന്നാലും ഇടയ്ക്കൊന്ന് അവിടെ നിന്ന് ടോർച്ചടിച്ച് നോക്കിക്കോ. ആനയാണെങ്കിൽ അലർച്ച കേൾക്കാം അല്ലേ? ആനയാണെങ്കിൽ തിരിഞ്ഞോടുമ്പോ അലറിയിട്ടാ ഇവിടെ നമ്മളിവിടെ മത്തഞ്ചേട്ടനോട് ആന തൂക്കിയിട്ട് ഓടിയെന്നാ പറഞ്ഞു, പേടിച്ചിട്ട്. അപ്പൊ അത് കേൾക്കാം ആനയാണെങ്കിൽ. ചേട്ടാ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങണ്ട, അവിടെ നിന്ന് മാത്രം നോക്കിയാൽ പല്ല് വെക്കും. പിന്നെ ചോദിച്ചോണ്ടിരിക്കുന്നു, അട്ട കടിച്ചിരിക്കുന്നു. നോക്കി എല്ലാം മുഴുത്ത സാധനമാണ്. അത് ചോര കുടിച്ച് വീർക്കുന്ന. ഞാൻ കത്തിച്ചേരണോ? കൊള്ളുന്നില്ലടാ നിങ്ങക്ക്? ചേട്ടനെ കടിച്ചു നിന്ന് എൻ്റെ പൊന്നെ കടിച്ച് ചീർത്തു കേട്ടോ. ഞാൻ വയറ് നിറച്ചു ചേട്ടൻ്റെ കാലെ കടിച്ചിരുന്നു കേട്ടോ. ഇത് പോത്തട്ടയിലല്ലോ, സാധാട്ടയില്ല. നിനക്ക് പൊട്ടിക്കില്ല അങ്ങനെ പൊട്ടിക്കില്ല. എന്നാ സൈസ് സാധനം. കഴിയാ പോവല്ലോ.
ഇനി മറക്കാവൂലേ, ആവശ്യ സമയത്ത് പൊട്ടൂല തോക്കൊന്നും. ചോരയായി കേൾക്കുക. എന്തായാലും മൊത്തം എന്റെ കാലം നട്ടയാട്ടോ. തൊട്ട അന്നേരം ഇരിക്കുന്നു. എൻ്റെ കാല് തൊട്ടപ്പം എനിക്ക് ചോദിക്കും, ഒരു തണുപ്പും വരും തിരിച്ചു. തണുപ്പ് തണുപ്പും ചോദിച്ചു. ആ സ്റ്റൂളിന് കിട്ടും. അതിൽ നമ്മൾ ഡിവൈസ് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അതായത് നമ്മൾ അവിടെയാണ് ഒരു അലാറം വെച്ചിരിക്കുന്നത്. ഒരെണ്ണം പറ്റുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സൈഡിൽ നിന്ന് വരുന്ന ആനയും കൂടെ തടയാനായിട്ടുള്ളൊരു സംവിധാനമാകും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. ഇവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഈ ടാങ്കിൻ്റെ കാര്യം വളരെ അർജൻറ്റായിട്ട് അതും കൂടെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ചപ്പമലയിലെ ഏറ്റവും ലാസ്റ്റ് വീട്ടിലേക്ക് നമ്മൾ വന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ വരുന്ന വഴി കണ്ടു. നമ്മളിതിനു മുന്നേ 2 മാസം മുന്നേ 2 പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്ത് വന്നതാണ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ വന്നപ്പോൾ ഇവരുടെ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കണ്ടാണ്. അലാം സിസ്റ്റം വെക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഏതായാലും അങ്ങനെ നല്ല മനസ്സുള്ളൊരു ചേട്ടൻ, അമേരിക്കയിൽ നിന്നാണ് അവർക്ക് ഇത് സ്പോൺസർ ചെയ്ത് തന്നത്. ക്രിസോൺ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടൻ അത് സ്പോൺസർ ചെയ്ത് തന്നുകൊണ്ട് നമുക്കത് ഇവിടെ വെക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നു. ഏതായാലും ഇനിയിപ്പോൾ അലാറം അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ആനയെ പേടിക്കാതെ അവർക്ക് നിൽക്കാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ആ ഒരു പോസ്റ്റിലും കൂടെ നമുക്ക് ഒരെണ്ണം വെക്കാൻ പറ്റുവാണെങ്കിൽ ഇവരുടെ വീടിൻ്റെ ഒരു ഏരിയ നമുക്ക് സെക്യൂർ ആക്കി എടുക്കാമായിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ ഒരു അലാം സിസ്റ്റം ഒന്ന് സ്പോൺസർ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ പറയുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യം വലിയൊരു ബുദ്ധിമുട്ടിലാണ് അവരുള്ളത്. നമ്മളിതിന് മുന്നേയും കാണിച്ചതാണ്. അവർ ആ ഒരു 2 ടാങ്ക് വെള്ളവും അതുപോലെ തന്നെ ആ ഒരു പടുതാക്കുളത്തിലെ വെള്ളം, ആ ഒരു 1000 ലിറ്റർ വെള്ളം കൊണ്ടാണ് അവർ ഒരു 1-2 മാസമൊക്കെ കഴിച്ചു കൂട്ടിയത്. അപ്പോൾ നമ്മൾ ആലോചിച്ചോട്ടെ എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതിനുശേഷം ആ വെള്ളം തീർന്ന് വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ 1 ടാങ്ക് വെള്ളം താഴെ നിന്ന് അടിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെയാണ് അവരുടെ ആ ഒരു വേനൽക്കാലം കഴിഞ്ഞു പോയത്. അപ്പം നമുക്കിനി അവർക്കൊരു 2000 ലിറ്ററിൻ്റെങ്കിലും ടാങ്ക് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മാസങ്ങളൊക്കെ അവർക്ക് എങ്ങനെയും കഴിച്ചു കൂടാം എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. മാത്രമല്ല ആ ചേട്ടൻ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരില്ല. അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെയൊക്കെ മുറ്റത്തൊക്കെ മാങ്ങ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് വർക്ക് എടുത്തോളം പറഞ്ഞു. അപ്പോൾ അവർ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മാങ്ങ വർക്ക് ചേട്ടൻ ഈ വഴിയരികിൽ ബക്കറ്റിൽ കൊണ്ടേ വെക്കുമെന്ന്. ആരെങ്കിലും ഇതിലെ പോവുകയാണെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മാങ്ങ പോലും എടുക്കാനായിട്ട് ഇവിടെ ആളില്ല കേട്ടോ. അതുപോലെ ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ഞങ്ങളിവിടെ വന്നു, ഈ സംഭവം ഇവിടെ പിടിപ്പിച്ചു. ഇനിയും നമ്മളിവിടെ വരും, ഇടയ്ക്ക് ഇവിടെ വന്ന് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഏതായാലും സന്തോഷം കേട്ടോ. അത് സ്പോൺസർ ചെയ്ത ചേട്ടനും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. ആണ് വീടിൻ്റെ ഇത് കേട്ടോ. അതായത് ആരും ശ്രദ്ധിക്കില്ല. മൂർക്കമ്പാമ്പിൻ്റെ കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മൂർക്കമ്പാമ്പിൻ്റെ വീടുകളിലൊക്കെ ഓടുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പടം പൊഴിച്ച് പോയിരിക്കുന്നത്. ഇത്രയും ചെറുതൊക്കെ പടം പൊഴിക്കും അല്ലേ? ഞാനും ആദ്യമായിട്ട് എത്രയും ചെറുത്. ആളുകൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് ഉണ്ടാവൂടാ. ഇതിനകത്ത് ഉണ്ടാവും ആളുകൾ ഇങ്ങനെ ഓടൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഓട് വെക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ പാമ്പ്